ക്രിസ് ഗെയിൽ, ഡേവിഡ് വാർണർ, എ.ബി. ഡിവില്ലിയേഴ്സ്, ഫാഫ് ഡു പ്ലസീസ്, ഷെയ്ൻ വാട്സൺ. 19ാം സീസണിലേക്ക് കടന്ന IPL ചരിത്രത്തിൽ ബാറ്റ് കൊണ്ട് റൺമഴ പെയ്ച്ച വിദേശ താരങ്ങളുടെ ലിസ്റ്റിലെ പ്രധാനികളാണിവർ. ഏത് ഫ്രാഞ്ചൈസി കുപ്പായം എടുത്തണിഞ്ഞാലും തീ തുപ്പിയിരുന്ന അവരുടെ ബാറ്റുകൾ അതാത് ടീമിന്റെ വിജയക്കുതിപ്പിലെ ജീവനാഡിയായിരുന്നു. ഓറഞ്ച് ക്യാപ്പ് പോരാട്ടത്തിൽ ഈ പേരുകൾ മുന്നിലെത്തുന്ന കാഴ്ചക്കും നമ്മൾ പലതവണ സാക്ഷികളായിട്ടുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്നാണ് പേരെങ്കിലും വിദേശ താരങ്ങൾ ബാറ്റെടുക്കുമ്പോൾ അത് അവരുടെ ലീഗായി പോലും മാറാറുമുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി IPLൽ വിദേശ താരങ്ങളുടെ പങ്ക്, വിശേഷിച്ചും ബാറ്റർമാരുടെ പങ്ക് കുറഞ്ഞു വരുന്നതായി കാണുന്നുണ്ട്. ഒരുപക്ഷെ ഒരുപറ്റം ഇന്ത്യൻ ബാറ്റർമാർ അരങ്ങുവാഴാൻ തുടങ്ങിയതും അതിനൊരു കാരണമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. 38 മത്സരങ്ങളിൽ നിന്ന് 13,100 റൺസ്, സ്ട്രൈക്ക് റേറ്റ് 154.17. ഈ IPL അതിൻ്റെ ആദ്യ പകുതി പൂർത്തിയാക്കുമ്പോഴുള്ള റൺ കണക്കുകളാണിത്. ഇതിൽ 69.21% അഥവാ 9,066 റൺസ് നേടിയത് ഇന്ത്യൻ ബാറ്റർമാരാണ്. അതും 158.86 സ്ട്രൈക്ക് റേറ്റിൽ. വിദേശ താരങ്ങളുടെ സംഭാവന 4,034 റൺസ് മാത്രം. മൊത്തം റൺസിൻ്റെ വെറും 30.79%. അതായത് കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് 2.71% കുറവ്. ഒരു ടീമിൽ പരമാവധി 4 വിദേശ താരങ്ങൾക്ക് മാത്രം കളിക്കാവുന്നത് കൊണ്ടാണ് ശതമാനക്കണക്കിൽ ഈ വലിയ വ്യത്യാസമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നമുക്ക് കണക്കുകൾ വിശദമായി പരിശോധിക്കാം. 2008 പ്രഥമ സീസണിൻ്റെ ആദ്യ പകുതി അവസാനിച്ചപ്പോൾ ഇന്ത്യൻ വിദേശ ബാറ്റർമാരുടെ റൺ സംഭാവന ശതമാനം 53-47 എന്നിങ്ങനെയായിരുന്നു. തൊട്ടടുത്ത വർഷം ഇന്ത്യൻ ബാറ്റർമാർ 47.5 വീണപ്പോൾ ആദ്യമായും അവസാനമായും ഈ ലിസ്റ്റിൽ വിദേശ താരങ്ങൾ മുന്നിലെത്തി. അന്നവർ സെറ്റ് ചെയ്തത് 52.5 എന്ന ഒരു ബെഞ്ച് മാർക്കായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് അവർക്കത് തുടരാനായില്ല. പതിയെ ഗ്രാഫ് ഇടിഞ്ഞുകൊണ്ടിരുന്നു. 2018 36.8 2022 34.8 തൊട്ട ഗ്രാഫ് ഈ സീസണിൽ എത്തി നിൽക്കുന്നത് സർവ്വകാല മോശം റെക്കോർഡിലാണ്. ഇനി സ്ട്രൈക്ക് റേറ്റിൻ്റെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ തെളിഞ്ഞു കാണുന്നൊരു കാര്യമുണ്ട്. 2010-11 സീസണുകൾക്ക് ശേഷം ഇതാദ്യമായാണ് ഈ ഫേസിൽ ഇന്ത്യൻ ബാറ്റർമാർ വിദേശ താരങ്ങളെക്കാൾ കൂടുതൽ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശുന്നത്. നിലവിലെ 154.17 എന്ന സ്ട്രൈക്ക് റേറ്റ് കഴിഞ്ഞ സീസണിനേക്കാൾ 14.27 കൂടുതലാണ്. ഇന്ത്യൻ ഓവർസീസ് ബാറ്റർമാരുടെ സ്ട്രൈക്ക് റേറ്റുകൾ തമ്മിൽ ഇത്ര വലിയ വ്യത്യാസമുണ്ടാകുന്നതും ഇതാദ്യമായാണ്. ക്ലാസ് ക്രിക്കറ്റിങ്ങിനപ്പുറം പ്യൂർ ഹാർഡ് ഹിറ്റിംഗ് T20 അപ്രോച്ചിലേക്ക് ഇന്ത്യൻ ബാറ്റർമാർ ഉയർന്നത് തന്നെയാണ് ഈ കണക്കുകൾ കാരണമാവുന്നത്. അഭിഷേക് ശർമ്മ, വൈഭവ് സൂര്യവംശി, പ്രിയാൻഷ് ആര്യ തുടങ്ങി ഇന്ത്യൻ യങ് ബ്ലഡുകൾ ആദ്യ പന്ത് മുതൽ സധൈര്യം ബിഗ് ഹിറ്റിന് ശ്രമിക്കുന്നവരാണ്. ഈ സീസണിലെ കണക്കുകൾ എടുത്തു നോക്കൂ. സീസണിൽ ഇതുവരെ 200 മുകളിൽ സ്കോർ ചെയ്തതാകെ 31 താരങ്ങളാണ്. അതിൽ 9 പേർ മാത്രമാണ് വിദേശ കളിക്കാർ. ഓറഞ്ച് ക്യാപ്പ് റേസിലാണെങ്കിൽ ആദ്യ 10 ഹെൻറി ക്ലാസൻ മാത്രമാണ്. 6 ഹിറ്റർമാരുടെ കണക്കിലാകട്ടെ 20 മുകളിൽ സ്കോർ ചെയ്തത് ഇന്ത്യക്കാർ മാത്രം. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് പ്യുവർ ഇന്ത്യൻ ഡോമിനന്റ് ലീഗായി പതിയെ മാറുന്നു എന്ന് സാരം. ഇനി 200 മുകളിൽ സ്കോർ ചെയ്തവരിൽ കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ളവരുടെ ലിസ്റ്റ് എടുത്തു നോക്കാം. അതിലും സർവത്ര ഇന്ത്യൻ ഡോമിനൻസ് കാണാം. ലിസ്റ്റിലെ ആദ്യ 10 9 പേരും ഇന്ത്യൻ താരങ്ങളാണ്. പ്രിയാൻഷ് ആര്യക്ക് 250 മുകളിലാണ് സ്ട്രൈക്ക് റേറ്റ്. വൈഭവ് സൂര്യവംശി, അഭിഷേക് ശർമ്മ, രജത് പടിദാർ എന്നിവർ 200 മുകളിൽ പ്രഹരശേഷിയിലാണ് ബാറ്റ് ചെയ്യുന്നത്. ഹാർഡ് ഹിറ്റിങ്ങിന് പേര് കേട്ട ഒരുപിടി വിദേശ താരങ്ങളുടെ മോശം ഫോം കൂടി ഇതിന് കാരണമാണ്. നിക്കോളാസ് പൂരൻ, ഷിംറോൺ ഹെഡ്മേർ, ടിം സേഫർട്ട്, ഗ്ലെൻ ഫിലിപ്സ്, ഫിൻ എലൻ എന്നിവർ പാടെ നിരാശപ്പെടുത്തിയപ്പോൾ എയ്ഡൻ മാർക്രം, മിച്ചൽ മാർഷ്, ട്രാവിസ് ഹെഡ് എന്നിവർ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തു. മാർഷ് 8 ഇന്നിംഗ്സിൽ നിന്നും 212 റൺസും മാർക്രം 193 റൺസുമാണ് നേടിയിട്ടുള്ളത്. 9 ഇന്നിംഗ്സിൽ നിന്ന് ഹെഡിന്റെ സമ്പാദ്യം 262 റൺസാണ്. മറ്റെല്ലാ സീസണിനെയും അപേക്ഷിച്ച് അൺക്യാപ്ഡ് താരങ്ങൾ സാഹചര്യത്തിനൊത്ത് ഉയർന്നു എന്നതും ഈ സീസണിന്റെ സവിശേഷതയാണ്. ഹാഫ് എ മാർക്കിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 11 തവണ അൺക്യാപ്ഡ് താരങ്ങൾ ടീമിന്റെ ഇന്നിംഗ്സിലെ ടോപ്പ് സ്കോറർമാരായി. 6 തവണ അവർ മത്സരത്തിലെ താരമായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന കണക്കുകൾ സൂചിപ്പിച്ചിരുന്ന 2010-2018 സീസണിനേക്കാൾ 1.5 ഇരട്ടിയോളമാണിത്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സുരക്ഷിതമാണെന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഈ കണക്കുകൾ നമുക്ക് നൽകുന്നത്. ബോളർമാർ പിക്ചറിൽ ഇല്ലാതെയായി വരുന്ന പുതിയ കാല IPLൽ ഇന്ത്യൻ യുവ ബാറ്റിംഗ് നിരയും സീനിയർ താരങ്ങളും ഒരുപോലെ തിളങ്ങുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് നോട്ടാണ്. എന്നാൽ ഒരു കാലത്ത് ക്രിസ് ഗെയിലും, എ.ബി. ഡിവില്ലിയേഴ്സും, വാർണറും, പൊള്ളാർഡും, റസലും ഒക്കെ നൽകി പോന്നിരുന്ന ആ എന്റർടൈൻമെന്റ് ഫാക്ടർ IPLൽ നഷ്ടപ്പെടുന്നുണ്ടോ? അതോ പൂരനും ഹെഡ്മേറും പോലെയുള്ളവർ താൽക്കാലിക ഫോമില്ലായ്മ മാറിയാൽ തീരുന്ന പ്രശ്നം മാത്രമാണോ നിലവിലുള്ളത്? അഭിപ്രായങ്ങൾ പങ്കുവെക്കൂ.